നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണ് ക്ലോൺ വാട്സാപ്പ് എന്നാണ്. അതായത് നമ്മുടെ മൊബൈലിൽ രണ്ട് വാട്സാപ്പ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. ഈ വാട്സാപ്പ് എന്ന് പറയുമ്പോൾ ഒരേ നമ്പറിലുള്ളതല്ല, രണ്ട് നമ്പറിലുള്ള വാട്സാപ്പ്. അപ്പോൾ വാട്സാപ്പ് പോലെ തന്നെ ഫേസ്ബുക്ക് നമുക്ക് രണ്ട് ഇമെയിൽ ഐ ഡി ഉള്ളത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ടെലിഗ്രാം ഉപയോഗിക്കാം, ഫോൺ പേ ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ഫോണിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ. നമ്മളതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ ഡുവൽ ആപ്പ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോ ഫോണിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മളെ ഫോണിൽ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഡുവൽ ആപ്പ് അടിച്ച് വന്നില്ലെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. ആ ഫോണിൻ്റെ പേര് കൊടുത്തിട്ട് എങ്ങനെയാണ് ക്ലോൺ ആപ്പ് അല്ലെങ്കിൽ ഡുവൽ ആപ്പ് സെറ്റ് ചെയ്യുന്നത് എന്ന് ഒന്ന് അടിച്ചു നോക്കുക. ഇപ്പം എൻ്റേത് റെഡ്മി ആണ്. അപ്പോൾ റെഡ്മി ഫോണുകളിലൊക്കെ ഇതുപോലെ ആയിരിക്കും. ഞാൻ ഇതുപോലെ സെർച്ച് ബാറിൽ ഡുവൽ ആപ്പ് എന്ന് അടിച്ചപ്പോൾ ഇത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡുവൽ ആപ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മളത് സെലക്ട് ചെയ്തേക്കുവാണ്. അങ്ങനെ നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ, കുറേ ആപ്പുകൾ ഇതുപോലെ വരും. ഈ കാണുന്ന ആപ്പുകളെല്ലാം നമുക്ക് നമ്മുടെ ഫോണിൽ രണ്ടെണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. കുറേ ആപ്പുകളുണ്ട്. അപ്പോൾ ഓരോ ഫോണിനനുസരിച്ച് അത് വ്യത്യാസമായിരിക്കും. നമ്മുടെ ഫോണിൽ, അതായത് നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെയാണെന്ന് ഇതുപോലെ നോക്കുക. നമുക്ക് ആവശ്യമുള്ള ആപ്പുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ വാട്സാപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ വാട്സാപ്പ് നോക്കിയാൽ വാട്സാപ്പിൻ്റെ നേരെ കാണാൻ സാധിക്കും നോട്ട് ക്രിയേറ്റഡ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വാട്സാപ്പ് മെല്ലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രീനാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷൻ. ഡുവൽ ആപ്പ് എന്നതിനുള്ള നേരെയുള്ള ബട്ടൺ ഓഫായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ആ ഒരു ബട്ടൺ ഐക്കണിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫോണിൻ്റെ താഴെ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും. ടേൺ ഓൺ എന്നുള്ളത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് കഴിയുമ്പോൾ ഇവിടെ ഇതുപോലെ ക്രിയേറ്റിംഗ് ഡുവൽ ആപ്പ് എന്ന് കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഐക്കൺ ആഡഡ് ടു ഹോം സ്ക്രീൻ എന്നൊരു നോട്ടിഫിക്കേഷനും വരും. അങ്ങനെ നമ്മൾ ഹോം സ്ക്രീനിൽ വന്നേക്കുവാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മെയിൻ വാട്സാപ്പ് കാണാൻ സാധിക്കും. അതുപോലെ ഞാൻ സ്വൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒരു പ്രത്യേക ഐക്കണോട് കൂടിയിട്ട് മറ്റൊരു വാട്സാപ്പ് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വാട്സാപ്പ്. അതായത് വേറൊരു നമ്പർ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അങ്ങനത്തെ വാട്സാപ്പാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഇതുപോലെ ഒരു സിമ്പൽ ഉണ്ടാവും. നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ഇത് ഓൺ ആകുമെന്ന് നോക്കാം. സാധാരണ വാട്സാപ്പ് പോലെ തന്നെ ഇതുപോലെ ഇംഗ്ലീഷൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കുക. വാട്സാപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയൊരു മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ പെർമിഷൻസൊക്കെ അലോ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കോൺടാക്റ്റിലുള്ളവർക്ക് മെസ്സേജ് അയക്കട്ടെ എന്ന് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. നമ്മുടെ കോൺടാക്റ്റിലുള്ളവരെയൊക്കെ നമ്മുടെ ഈ വാട്സാപ്പിൽ ഇതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സെൻഡ് മെസ്സേജ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തോളൂ. കാരണം നമ്മളങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കോൺടാക്റ്റിലുള്ളവരെല്ലാം നമ്മൾ ഒറ്റ വാട്സാപ്പിൽ കാണുന്ന പോലെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെർമിഷൻ കൊടുത്താൽ മാത്രമേ മെസ്സേജ് പോകത്തുള്ളൂ. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഉടനെ മെസ്സേജുകൾ മറ്റൊരിടത്തോട്ട് പോകത്തില്ല, മറ്റൊരാൾക്ക് പോകത്തില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു നമ്പറുള്ള വാട്സാപ്പാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മുടെ കോൺടാക്റ്റിലുള്ളവർ നമ്മൾ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് അവർക്ക് മാത്രമേ ഈ നമ്പറിലുള്ള വാട്സാപ്പ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ വാട്സാപ്പിൽ ഇപ്പോൾ നമ്മുടെ ഫോണിൽ രണ്ട് വാട്സാപ്പ് ഉണ്ട്. അതിൽ ഒരു വാട്സാപ്പിൻ്റെ മാത്രമായിട്ട് നെറ്റ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. നെറ്റും കോളും എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു വാട്സാപ്പ് മാത്രമായിട്ട് ഉപയോഗിക്കാനും പറ്റും.